ഹായ് അദിവ. അദിവ നമ്മുടെ എക്സാം വൈയിൽ ഭയങ്കര എനർജറ്റിക്കായ പോസിറ്റീവായ ഒരു സ്റ്റുഡൻ്റാണ്. പഠിക്കാൻ വളരെ താല്പര്യമുള്ള 7th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻ്റാണ്. അദിവ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? അദിവയുടെ പാരൻസ് എന്താ ചെയ്യുന്നത്, അതുപോലെ മെൻറ്റർ ആരാണ്, ഒന്ന് പറഞ്ഞു. My name is Adiva Yashin and I'm from Manjeri. ഞാൻ എർണാട് നോളജ് സിറ്റി പബ്ലിക് സ്കൂൾ മഞ്ചേരിയിലാണ് പഠിക്കുന്നത്. എൻ്റെ അമ്മേൻ്റെ പേര് നജ്ല, ഒരു മാത്സ് ടീച്ചറാണ്, ഹൈസ്കൂൾ മാത്സ് ടീച്ചർ. പിന്നെ എൻ്റെ അപ്പൻ്റെ പേര് മുഹമ്മദ് ഷമീർ, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. ഓക്കെ, അദിവയ്ക്ക് എക്സ്പെക്റ്റിൽ 8th റാങ്ക് ആണ് അല്ലേ? എങ്ങനെയാണ് ആ ഒരു 8th റാങ്ക് എത്താൻ അദിവ എന്താ ചെയ്തത്? എക്സാമിന് ഒരു റിവിഷൻ ടൈം ടേബിൾ തരും, അപ്പോൾ അത് ഫോളോ ചെയ്ത് ഓരോ ദിവസവും ഫോളോ ചെയ്ത് പിന്നെ റിവിഷനും ചെയ്ത് മെയിൻലി ആ ഒരു ടൈം ടേബിളാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. എനിക്ക് എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമ്മുടെ മെൻറ്റേഴ്സ് തരുന്ന ഒരു റിവിഷൻ ടൈം ടേബിളും ഒരു സ്റ്റഡി ഹാബിറ്റൊക്കെയാണ് ഹെൽപ്പ് ചെയ്തത് അല്ലേ? അപ്പോൾ അതിവിടെ മെൻറ്റർ ആരാന്ന് പറഞ്ഞത്? അൻഷ മാം. ഓക്കെ, അപ്പോൾ അൻഷ മാമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആണെന്നാണല്ലോ കേട്ടത്. എങ്ങനെയാണ് ആ ഒരു ബോണ്ട്, എങ്ങനെയാണ് മെൻറ്ററുമായിട്ടുള്ള ഒരു ബോണ്ട്? മാം പറഞ്ഞ പോലെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പിന്നെ കോൺസ്റ്റൻറ്റ് ചെക്കപ്സ് നടത്തും, എങ്ങനെയാണ് എന്തൊക്കെയാണ് വിശേഷം, പിന്നെ പഠിത്തമല്ലാതെ തന്നെ പിന്നെ നമ്മളെപ്പോഴും ട്രാക്കിൽ തന്നെ ആവാൻ മാം നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എക്സാം വൈയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ബൂട്ട് ക്യാമ്പ് അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ക്ലാസ് ഉണ്ടാവും, ലൈക്ക് ചെസ്സിൻ്റെ ക്ലാസ്സസും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മെൻറ്റി ക്വിസുകളും ഉണ്ടാവും. ഇപ്പോൾ റിപ്പബ്ലിക് ഡേ ആണെങ്കിൽ അതിനെ പറ്റിയുള്ള ക്വിസ്, അല്ലെങ്കിൽ ഇതിൽ മൂവീസ്, അതൊക്കെ ഭയങ്കര ഫണ്ണാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ഥിരമായി കൊടുക്കുന്ന അക്കാഡമിക് ഷെഡ്യൂളിന് പുറമേയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കൂടി ഉള്ളതുകൊണ്ട് പഠനം കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ, അതിവിടെ ഒരു ഡ്രീം എന്താ? എനിക്ക് ന്യൂറോ സയൻസ് ആണ് താല്പര്യം, ബ്രെയിനിനെ പറ്റി പഠിക്കാനൊക്കെ. അപ്പോൾ 7th പഠിക്കുന്ന അദീവയാണ് പറയുന്നത് ന്യൂറോ സയൻസ് എന്നുള്ളൊരു ഫീൽഡിലേക്കാണ് പോകേണ്ടതെന്ന് കേട്ടോ. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്ര വലിയ വലിയ വാക്കുകളൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു കുട്ടികളുടെ മനസ്സിലെ ഡ്രീമിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ? യെസ്, അപ്പോൾ ഇങ്ങനെ ഒരു ഡ്രീമൊക്കെ ഫോം ചെയ്യാൻ എക്സാം വഴി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ? എവിടുന്നാണ് അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത്? ന്യൂറോ സയൻസ് എനിക്ക് അങ്ങനെ നമ്മളെങ്ങനെ തിങ്ക് ചെയ്യണം, നമ്മളെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ നമ്മളെന്തൊക്കെ ഫീൽ ആൻഡ് ഹൗ വി തിങ്ക്, ഇതിനെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ എനിക്ക് ന്യൂറോ സയൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വലിയ ഡ്രീമിലൊക്കെ എത്താൻ അദീവയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം.